നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് പൊതുച്ചെലവ് എന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പൊതുച്ചെലവ് എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ചെലവുകളെയാണ് പൊതുവെ പൊതുച്ചെലവ് അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ചെലവുകളെയാണ് പൊതുവെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വികസന ചെലവുകൾ, വികസന ഇതര ചെലവുകൾ എന്നിങ്ങനെ പൊതുച്ചെലവുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വികസന ചെലവുകൾ, വികസന ഇതര ചെലവുകൾ എന്നിങ്ങനെ പൊതുച്ചെലവുകളെ രണ്ടായി നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. വികസന ചെലവുകളെന്നും വികസന ഇതര ചെലവുകളെന്നും പൊതുച്ചെലവുകളെ രണ്ടായി തരംതിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പൊതുച്ചെലവുകളെ രണ്ട് രീതിയിൽ തരംതിരിക്കാറുണ്ട്. ഒന്ന് വികസന ചിലവുകളെന്നും മറ്റേത് വികസന ഇതര ചിലവുകൾ എന്നുമാണ് തരംതിരിക്കുന്നത്. റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുന്നതും പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുന്നതും മുതലായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് വികസന ചെലവുകളെന്ന് വിളിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവുകളെയാണ് വികസന ചെലവുകളെന്ന് വിശേഷിപ്പിക്കുന്നത്. റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുതിയ സംരംഭങ്ങളും തുടങ്ങുന്നതുമൊക്കെയാണ് വികസന ചെലവുകളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളെയാണ് വികസന ഇതര ചിലവുകളെന്ന് വിശേഷിപ്പിക്കുന്നത്. യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളെയാണ് വികസനേതര ചിലവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സർക്കാർ വാങ്ങുന്ന വായ്പകളുണ്ട്. ആ വായ്പകളെയാണ് പൊതുക്കടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നതിന് പബ്ലിക് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് പൊതുക്കടം അഥവാ പബ്ലിക് ഡെപ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പൊതുക്കടത്തെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ആഭ്യന്തര കടം, അതായത് ഇൻറ്റേർണൽ ഡെപ്റ്റ്, എക്സ്റ്റേണൽ ഡെപ്റ്റ് അഥവാ വിദേശ കടം. അപ്പോൾ പൊതുക്കടം, രാജ്യത്തിൻ്റെ കടത്തെ രണ്ടായി തരംതിരിക്കാറുണ്ട്. ഒന്നാമത്തേത് ആഭ്യന്തര കടം എന്ന് പറയുന്നു. അതിനെ നമ്മൾ ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കാറ്. രണ്ടാമത്തേതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എക്സ്റ്റേണൽ ഡെപ്റ്റ് അഥവാ വിദേശ കടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പയെ ആഭ്യന്തര കടമെന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പ, അതാണ് ആഭ്യന്തര കടം. വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെ വിദേശ കടമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. വിദേശ കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെ വിദേശ കടം എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഈ കടം വാങ്ങിയും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഓരോ ഗവൺമെൻറ്റും കാലാകാലങ്ങളിൽ ചെയ്തു വരുന്നത്. ഇതിന് കൃത്യമായ രീതിയിൽ വിഭവങ്ങൾ വിനിയോഗിക്കുകയാണ് പ്രധാനം. അപ്പോൾ വിഭവങ്ങളെ വിനിയോഗിക്കുന്നതിനായിട്ട് സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതിയെ വിശേഷിപ്പിക്കുന്ന പേരാണ് ബജറ്റ്. അപ്പോൾ എന്താണ് ബജറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ബജറ്റ്? തുകൽ ബാഗ് അഥവാ ലെതർ ബാഗ് എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ ബൊഗാഷ് എന്ന പദത്തിൽ നിന്നുമാണ് ബജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തുകൽ ബാഗ് എന്ന് അർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായിട്ടുള്ള ബൊഗാഷ് എന്ന പദത്തിൽ നിന്നുമാണ് ബജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിലെ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യരേഖ, അതിനെയാണ് ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബജറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാമ്പത്തിക വർഷത്തിലെ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയെ ആണ് ബജറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. വരവും ചെലവും തുല്യമായി വരുന്ന ബജറ്റിന് വിളിക്കുന്ന പേരാണ് സന്തുലിത ബജറ്റ്. വരവും ചെലവും തുല്യമായിട്ട് വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് മിച്ച ബജറ്റ് അഥവാ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും. വരുമാനം
ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് മിച്ച ബഡ്ജറ്റ് അഥവാ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. വരവിനേക്കാൾ ചെലവ് കൂടുമ്പോഴുള്ള ബജറ്റുണ്ട്. വരവിനേക്കാൾ ചെലവ് കൂടുമ്പോഴുള്ള ബജറ്റിന് വിളിക്കുന്നവരാണ് കമ്മി ബജറ്റ്. അതായത് നമുക്ക് ഒരു 100 രൂപയാണ് നമ്മുടെ വരുമാനം, നമ്മുടെ ചെലവ് എന്ന് പറയുന്നത് ആ 100 രൂപയ്ക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ വരവും ചെലവും തുല്യമായി വരുന്ന അവസ്ഥ അല്ലേ? ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സന്തുലിത ബഡ്ജറ്റ് അഥവാ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബഡ്ജറ്റ് സർപ്ലസ് ബജറ്റാണ്. വരുമാനം എന്ന് പറയുന്നത് ചെലവിനേക്കാൾ കൂടുതലായി വരുന്ന ബജറ്റിനെ വിളിക്കുന്ന പേരാണ് സർപ്ലസ് ബഡ്ജറ്റ് അഥവാ മിച്ച ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 100 രൂപ തന്നെയാണ്, പക്ഷെ നമുക്ക് വന്ന ചെലവ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ചെലവ് എന്ന് പറയുന്നത് 80 രൂപയാണ് ചെലവെന്ന് പറയുന്നത്. അപ്പം 100 രൂപ വരുമാനം നമുക്കുണ്ട്, 80 രൂപയാണ് നമ്മുടെ ചെലവ് എന്ന് പറയുന്നത്. വരവ് ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റിനെയാണ് മിച്ച ബജറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് 100 രൂപ വരുമാനമുള്ളൊരു വ്യക്തിക്ക് 80 രൂപയാണ് അയാൾക്ക് ചിലവാകുന്നതെങ്കിൽ അയാൾക്ക് കൈവശം മിച്ചമുള്ളത് 20 രൂപയാണ്. അപ്പോൾ 20 രൂപ മിച്ചം പിടിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് അദ്ദേഹം തയ്യാറാക്കിയത്. ആ ബഡ്ജറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണ്? ഡെഫിസിറ്റ് ബഡ്ജറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വരവിനേക്കാൾ ചെലവ് കൂടുമ്പോഴുള്ള ബജറ്റിനെയാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 100 രൂപ എന്ന് പറയുന്നത് നമ്മുടെ വരവാണ്. നമ്മുടെ ചെലവ് എന്ന് പറയുമ്പോൾ എത്രയായി? 120 ചിലവായി. അപ്പോൾ 120 ചിലവാകുമ്പോൾ വരവ് 100 രൂപയും 120 രൂപ ചിലവുമാകുമ്പോൾ 20 രൂപയാണ് നമുക്ക് അധികമായിട്ട് ചിലവാക്കപ്പെട്ടത്. 20 രൂപ അധികമായിട്ട് ചിലവാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ 20 രൂപ എന്താണ്? നമ്മുടെ വരവിന് പുറമേ നിന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. ഈ കണ്ടെത്തിയതിനെയാണ് നമ്മൾ കമ്മി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉള്ള ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് അഥവാ കമ്മി ബജറ്റ് എന്ന് പറയുന്നു. ഇനി വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. വികസനത്തിൻ്റെ നേട്ടങ്ങൾ പുരുഷ സമൂഹത്തിൽ എന്നതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തിലും എത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. ഇത് പൊതുസമൂഹത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനായിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളാണ്. അത്തരത്തിൽ പൊതുസമൂഹത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനായി തയ്യാറാക്കുന്ന ബജറ്റുകളെ വിശേഷിപ്പിക്കുന്ന പേരാണ് ജെൻഡർ ബഡ്ജറ്റ്. അപ്പോൾ ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുന്നതിന്, ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനായിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളെയാണ് ജെൻഡർ ബഡ്ജറ്റുകൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ബജറ്റിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നോക്കിയാൽ ഈ ബജറ്റിന് 2 അക്കൗണ്ടുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബജറ്റിന് 2 അക്കൗണ്ടുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ അക്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ടിന് വിളിക്കുന്ന പേരാണ് മൂലധന അക്കൗണ്ട്. അപ്പോൾ റവന്യൂ അക്കൗണ്ട് എന്താണ്? മൂലധന അക്കൗണ്ട് എന്താണ്? അപ്പോൾ റവന്യൂ അക്കൗണ്ടും മൂലധന അക്കൗണ്ടും എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നടപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് റവന്യൂ അക്കൗണ്ട് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകൾ, ഇവയാണ് റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. റവന്യൂ അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റവന്യൂ ബജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റവന്യൂ ബഡ്ജറ്റ്, റവന്യൂ അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റവന്യൂ ബഡ്ജറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ റവന്യൂ അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റവന്യൂ ബഡ്ജറ്റ്. ഗവൺമെൻറ്റിൻ്റെ ആസ്തി ബാധ്യത, അതായത് ഗവൺമെൻറ്റിൻ്റെ ആസ്തിയും ബാധ്യതയും, അതാണ് ആസ്തി ബാധ്യത എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആസ്തി ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ് മൂലധന അക്കൗണ്ടുകൾ. ഗവൺമെൻറ്റിൻ്റെ ആസ്തിയും ബാധ്യതയുമായി ബന്ധപ്പെട്ടവയാണ് മൂലധന അക്കൗണ്ടുകളെന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആസ്തി ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടവയെ ആണ് മൂലധന അക്കൗണ്ട് അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി മൂലധന അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. ആ പേരെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, മൂലധന അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റ്. അപ്പോൾ മൂലധന ബഡ്ജറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാരിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ, സർക്കാർ ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
സർക്കാർ ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന്, വിനിയോഗ ധർമ്മം എന്നാണ് പറയുന്നത്. വിനിയോഗ ധർമ്മം. ഇതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് അലോക്കേഷൻ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അലോക്കേഷൻ ഫംഗ്ഷൻ. വിനിയോഗ ധർമ്മം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അലോക്കേഷൻ ഫംഗ്ഷൻ. എന്താണ് അലോക്കേഷൻ ഫംഗ്ഷൻ? കമ്പോള സംവിധാനത്തിന് നൽകാൻ കഴിയാത്ത പല വസ്തുക്കളും സേവനങ്ങളും ലഭ്യമാക്കുന്നത് ഗവൺമെൻറ്റാണ്. കമ്പോള സംവിധാനത്തിന് നൽകാൻ കഴിയാത്ത പല വസ്തുക്കളും സേവനങ്ങളും ലഭ്യമാക്കുന്നത് ഗവൺമെൻറ്റാണ്. ഉദാഹരണം ദേശീയ സുരക്ഷ, റോഡുകൾ, ഭരണനിർവഹണം മുതലായവ. അപ്പോൾ ദേശീയ സുരക്ഷയും റോഡുകളും ഭരണനിർവഹണം മുതലായവയും ഉറപ്പുവരുത്തുന്നത് ഗവൺമെൻറ്റാണ്. ഇനി രണ്ടാമത്തേത് പുനർവിതരണ ധർമ്മം. ഇതിന് വിളിക്കുന്ന പേര് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ പുനർവിതരണ ധർമ്മം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, പുനർവിതരണ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നികുതി പിരിക്കൽ, പണത്തിൻ്റെ കൈമാറ്റം എന്നിവയിലൂടെ രാജ്യത്തെ വ്യക്തിഗത വിനിയോഗ വരുമാനം കണ്ടെത്താൻ ഗവൺമെൻറ്റിന് കഴിയാറുണ്ട്. അപ്പം നികുതി പിരിക്കുന്നതിലൂടെയും പണം കൈമാറ്റം ചെയ്യുന്നതിലൂടെയും രാജ്യത്തെ വ്യക്തിഗത വിനിയോഗ വരുമാനം കണ്ടെത്താനായിട്ട് ഗവൺമെൻറ്റിന് കഴിയും. ഇതിലൂടെ വരുമാന വിതരണത്തിന് മാറ്റം വരുത്താനും സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ നീതിപൂർവമായി വിതരണം സാധ്യമാക്കാനും ഗവൺമെൻറ്റിന് കഴിയുന്നു. നികുതി പിരിക്കൽ, പണക്കൈമാറ്റം എന്നിവയിലൂടെ രാജ്യത്തെ വ്യക്തിഗത വിനിയോഗ വരുമാനം കണ്ടെത്താനായിട്ട് ഗവൺമെൻറ്റിന് കഴിയും. ഇതിലൂടെ വരുമാന വിതരണത്തിന് മാറ്റം വരുത്താനും സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ നീതിപൂർവമായി വിതരണം സാധ്യമാക്കാനും ഗവൺമെൻറ്റിന് കഴിയുന്നു. ഇതിനെയാണ് പുനർവിതരണ ധർമ്മം അഥവാ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ദൃഢീകരണ ധർമ്മം എന്ന് പറയും. അല്ല, ദൃഢീകരണ ധർമ്മം. എന്താണ് ദൃഢീകരണ ധർമ്മം? സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് ദൃഢീകരണ ധർമ്മം. എന്താണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ? ഒരു രാജ്യത്തെ മൊത്തത്തിലുള്ള തൊഴിലും വില നിലവാരവും അവിടുത്തെ സഞ്ചിത ചോദനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു രാജ്യത്തെ മൊത്തത്തിലുള്ള തൊഴിലും വില നിലവാരവും അവിടുത്തെ സഞ്ചിത ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തെ മൊത്തത്തിലുള്ള തൊഴിലും വില നിലവാരവും അവിടുത്തെ സഞ്ചിത ചോദനം അഥവാ അഗ്രഗേറ്റ് ഡിമാൻഡിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ചോദനം വർദ്ധിപ്പിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ വേണ്ടി സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് ദൃഢീകരണ ധർമ്മം എന്നത് പ്രവർത്തിക്കുന്നത്. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത് സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ്. ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ വേണ്ടി സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് ദൃഢീകരണ ധർമ്മം പ്രവർത്തിക്കുന്നത്. വരവുകളുടെ വർഗീകരണം. അടുത്തത് വരവുകളുടെ വർഗീകരണമാണ്. എന്താണ് വരവുകളുടെ വർഗീകരണം? ഇതിനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്റ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വരവുകളുടെ വർഗീകരണം അറിയപ്പെടുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്റ്റ്സ് എന്ന പേരിലാണ്. സർക്കാരിൽ നിന്ന് തിരിച്ച് ഒന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് തന്നെ ഒടുക്കുന്ന വരുമാനത്തിനെയാണ് റവന്യൂ വരവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സർക്കാരിൽ നിന്നും തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് കൊടുക്കുന്ന വരുമാനത്തിനെയാണ് റവന്യൂ വരവുകൾ അഥവാ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവയെ തിരിച്ചെടുക്കാൻ കഴിയാത്തവ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവയെ തിരിച്ചെടുക്കാൻ കഴിയാത്തവ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ റവന്യൂ വരവുകളെ പൊതുവെ രണ്ടായിട്ടാണ് തരം തിരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ റവന്യൂ വരവുകളെ രണ്ടായി വിഭജിക്കുവാൻ സാധിക്കുന്നു. ഒന്ന് നികുതി വരുമാനമെന്നും മറ്റേത് നികുതി ഇതര വരുമാനമെന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നികുതി വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റവന്യൂ എന്ന് പറയും. നികുതി ഇതര വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ടാക്സ് റവന്യൂ എന്നും പറയും. അപ്പം നികുതി വരുമാനം ടാക്സ് റവന്യൂവും നികുതി ഇതര വരുമാനം നോൺ ടാക്സ് റവന്യൂ എന്നുമാണ് അറിയപ്പെടുന്നത്. വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന വിവിധ തീരുവകളുണ്ട്. വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന വിവിധ തീരുവകൾ. ആ വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന വിവിധ തീരുവകളുണ്ട്. അത്തരത്തിൽ ചുമത്തുന്ന ആ തീരുവകളാണ് പരോക്ഷ നികുതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന വിവിധ തീരുവകൾ ആണ് പരോക്ഷ നികുതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഏതുതരം നികുതികളാണ് വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന വിവിധ തീരുവകൾ എന്ന് ചോദിച്ചാൽ അത് പരോക്ഷ നികുതി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. എക്സൈസ് തീരുവ, അത് രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന ഒരു നികുതിയാണ് എക്സൈസ് തീരുവ എന്ന് പറയുന്നത്. രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതിയെ ആണ് എക്സൈസ് തീരുവ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അടുത്ത കസ്റ്റംസ് തീരുവ, കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും ചുമത്തുന്ന നികുതിയെ ആണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് കസ്റ്റംസ് തീരുവ എന്ന് ചോദിച്ചാൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും ചുമത്തുന്ന നികുതിയെ ആണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്.
സേവന നികുതിയുണ്ട്. എന്താണ് സേവന നികുതി? സേവന നികുതിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സർവീസ് ടാക്സ് എന്നാണ്. അപ്പോൾ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേവന നികുതിയാണ്. എന്താണ് സേവന നികുതി എന്ന് ചോദിച്ചാൽ, അതായത് ഗവൺമെൻറ്റിലേക്ക് ലഭിക്കുന്ന ഒരു നികുതി, ഗവൺമെൻറ് ചെയ്യുന്ന സേവനങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് ഗവൺമെൻറ്റിലേക്ക് ലഭിക്കുന്ന ഒരു നികുതി. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് മാത്രമല്ല അധികാര കേന്ദ്രമെന്ന് പറയാം. സ്വകാര്യ വ്യക്തിയാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ ആ സ്വകാര്യ വ്യക്തിക്ക് ലഭിക്കുന്ന നികുതിയെയും നമുക്ക് സർവീസ് ടാക്സ് എന്ന് പരോക്ഷമായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കും. സ്വത്ത് നികുതി അഥവാ വെൽത്ത് ടാക്സ്, പാരിതോഷിക നികുതി അഥവാ ഗിഫ്റ്റ് ടാക്സ്, സ്ഥാവര വസ്തു നികുതി അഥവാ എസ്റ്റേറ്റ് ഡ്യൂട്ടി തുടങ്ങിയവ പ്രത്യക്ഷ നികുതികളാണെങ്കിലും ഇവ ഇപ്പോൾ നിലവിൽ ഇല്ലാത്ത നികുതികളാണ്. സ്വത്തു നികുതി, പാരിതോഷിക നികുതി, സ്ഥാവര വസ്തു നികുതി തുടങ്ങിയ പ്രത്യക്ഷ നികുതികൾ ഇപ്പോൾ നിലവിൽ ഇല്ലാത്ത നികുതികളാണ്. ഇവയിൽ നിന്നുള്ള വരുമാനം പരിഗണനീയമല്ലാത്തതിനാൽ ഇവയെ കടലാസ നികുതികൾ അഥവാ പേപ്പർ ടാക്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പേപ്പർ ടാക്സ് എന്നറിയപ്പെടുന്ന നികുതികളാണ് വെൽത്ത് ടാക്സ് എന്ന സ്വത്ത് നികുതി, ഗിഫ്റ്റ് ടാക്സ് എന്ന പാരിതോഷിക നികുതി, സ്ഥാവര വസ്തു തീരുവ എന്ന എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നിവ പേപ്പർ ടാക്സസ് എന്ന് അറിയപ്പെടുന്ന നികുതികളാണ്. വരുമാനത്തിൻ്റെ പുനർവിതരണം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് വർദ്ധിത ആദായ നികുതി. വരുമാനത്തിൻ്റെ പുനർവിതരണം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് വർദ്ധിത ആദായ നികുതി എന്ന് പറയുന്നത്. ഇതനുസരിച്ച് വരുമാനത്തിലുള്ള വർധനയോടൊപ്പം നികുതി നിരക്കും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതനുസരിച്ച് വരുമാനത്തിലുള്ള വർധനയോടൊപ്പം നികുതി നിരക്ക് എന്നതും കൂടിക്കൊണ്ടേയിരിക്കുന്നു. എക്സൈസ് തീരുവ, അതിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിത്യജീവിതത്തിലെ അവശ്യ വസ്തുക്കൾ നമ്മുടെ നെസസിറ്റി കൊമോഡിറ്റീസ് ആണ്. എക്സൈസ് തീരുവയുടെ കാര്യത്തിലാണെങ്കിൽ നിത്യജീവിതത്തിലെ അവശ്യ വസ്തുക്കൾ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അവയ്ക്ക് മേൽ കുറഞ്ഞ നിരക്ക് ബാധകമാക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സൈസ് തീരുവയുടെ കാര്യത്തിലാണെങ്കിൽ നിത്യജീവിതത്തിലെ അവശ്യ വസ്തുക്കൾ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അവയ്ക്ക് മേൽ കുറഞ്ഞ നികുതി നിരക്ക് ബാധകമാക്കുകയോ ചെയ്യുകയാണ് സംഭവിക്കുന്നത്. സുഖസൗകര്യങ്ങൾക്കുള്ള വസ്തുക്കൾ, അതായത് കംഫർട്ട് എന്ന് നമ്മൾ പറയുന്ന സുഖസൗകര്യങ്ങൾക്കുള്ള വസ്തുക്കൾ, അർദ്ധ ആഡംബര വസ്തുക്കൾ, സെമി ലക്ഷറീസ് എന്ന് പറയുന്ന അർദ്ധ ആഡംബര വസ്തുക്കൾ എന്നിവയിന്മേൽ മിതമായിട്ടുള്ള നികുതിയാണ് ചുമത്തപ്പെടുന്നത്. സുഖസൗകര്യങ്ങൾക്കുള്ള വസ്തുക്കളിന്മേലും അർദ്ധ ആഡംബര വസ്തുക്കളിന്മേലും മിതമായ നിരക്കിലുള്ള നികുതി ചുമത്തപ്പെടുമ്പോൾ ആഡംബര വസ്തുക്കൾ, പുകയില, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിന്മേൽ ഉയർന്ന നിരക്കിലുള്ള നികുതിയാണ് ചുമത്തപ്പെടുന്നത്. ആഡംബര വസ്തുക്കൾ, പുകയില, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിന്മേൽ ഉയർന്ന നിരക്കിൽ നികുതികൾ ചുമത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഇതര വരുമാനത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ വായ്പകളിൽ നിന്നുള്ള പലിശ, നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, ലാഭവിഹിതം, സേവനങ്ങളിൽ നിന്നുള്ള ഫീസ്, മറ്റു വരവുകൾ, വിദേശ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും പണമായി നൽകുന്ന ഗ്രാൻസ് ഇൻ എയ്ഡ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഇതര വരുമാനത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ വായ്പകളിൽ നിന്നുള്ള പലിശ, നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, ലാഭവിഹിതം, സേവനങ്ങളിൽ നിന്നുള്ള ഫീസ്, മറ്റ് വരവുകൾ, വിദേശ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും പണമായി നൽകുന്ന ഗ്രാൻസ് ഇൻ എയ്ഡ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഗവൺമെൻറ്റിന് ബാധ്യത സൃഷ്ടിക്കുന്നതും അതിൻ്റെ ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുന്നതുമായ എല്ലാ വരവുകളും അറിയപ്പെടുന്നത് മൂലധന വരവുകൾ അഥവാ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നാണ്. ഗവൺമെൻറ്റിന് ബാധ്യത സൃഷ്ടിക്കുന്നതും അതിൻ്റെ ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുന്നതുമായ എല്ലാ വരവുകളും അറിയപ്പെടുന്നത് മൂലധന വരവുകൾ അഥവാ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം: വായ്പകൾ, ആസ്തികളുടെ വിൽപ്പന, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നത്, PSU ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നതിനെ. വായ്പകൾ, ആസ്തികളുടെ വിൽപ്പന, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നത്, PSU ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. അടുത്തത് ചെലവുകളുടെ വർഗീകരണം അഥവാ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ, ചെലവുകളുടെ വർഗീകരണം. ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ലാതെ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന എല്ലാ ചെലവുകളും അറിയപ്പെടുന്നത് റവന്യൂ ചെലവെന്നാണ്. ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ലാതെ
കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന എല്ലാ ചെലവുകളും അറിയപ്പെടുന്നത് റവന്യൂ ചെലവ് എന്ന പേരിലാണ്. അല്ല, റവന്യൂ ചെലവ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ലാതെ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന എല്ലാ ചെലവുകളും അറിയപ്പെടുന്നത് റവന്യൂ ചെലവെന്നാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം, വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, സർക്കാർ വായ്പകളുടെ പലിശയടവ്, സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള ഗ്രാൻറ്റുകൾ, അവ ആസ്തി സൃഷ്ടിക്കുന്നവയാണെങ്കിൽ പോലും ആ ഗ്രാൻറ്റുകൾ തുടങ്ങിയവയായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും റവന്യൂ ചെലവിൻ്റെ പരിധിയിലാണ് പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം, വിവിധ സേവനങ്ങൾ ലഭ്യമാക്കൽ, സർക്കാർ വായ്പകളുടെ പലിശയടവ്, സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള ഗ്രാൻറ്റുകൾ, അവ ആസ്തി സൃഷ്ടിക്കുന്നവയാണെങ്കിൽ പോലും അവയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും റവന്യൂ ചെലവിൻ്റെ പരിധിയിലാണ് പെടുന്നത്. ഈ റവന്യൂ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. റവന്യൂ ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് പദ്ധതി ചെലവ് അഥവാ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് പദ്ധതി ചെലവ്. അടുത്തത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ അഥവാ പദ്ധതി ഇതര ചെലവെന്ന് പറയും. റവന്യൂ ചെലവിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്ന് പദ്ധതി ചെലവെന്നും മറ്റൊന്ന് പദ്ധതി ഇതര ചെലവ് അഥവാ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുമാണ് പറയുന്നത്. അതിൽ പദ്ധതി ചെലവ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് കേന്ദ്ര പദ്ധതികളാണ്. അല്ലെ, പദ്ധതി ചെലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് കേന്ദ്ര പദ്ധതികൾ. ഉദാഹരണമായിട്ട് നമുക്ക് പഞ്ചവത്സര പദ്ധതികളുടെ പേരുകൾ പറയാം. അതേപോലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കുമുള്ള കേന്ദ്ര സഹായം എന്നിവ പദ്ധതി ചെലവിൽ ഉൾപ്പെടുന്നതാണ്. പലിശയുടെ തിരിച്ചടവ്, പ്രതിരോധ സേവനങ്ങൾ, സബ്സിഡികൾ, ശമ്പളം, പെൻഷൻ എന്നിവയെ ആണ് പദ്ധതി ഇതര ചെലവിലെ പ്രധാന ഇനങ്ങൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പലിശ തിരിച്ചടവ്, പ്രതിരോധ സേവനങ്ങൾ, സബ്സിഡികൾ, ശമ്പളം, പെൻഷൻ എന്നിവയാണ് പദ്ധതി ഇതര ചെലവിലെ പ്രധാന ഇനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കമ്പോള വായ്പകളുണ്ട്. കമ്പോള വായ്പകൾ എന്താണ്? കമ്പോള വായ്പകൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളെയാണ് കമ്പോള വായ്പകൾ എന്ന് പറയുന്നത്. അടുത്ത വിദേശ വായ്പകളാണ്. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വായ്പകളെയാണ് വിദേശ വായ്പകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിവിധ കരുതൽ ഫണ്ടുകളുണ്ട്. വിവിധ കരുതൽ ഫണ്ടുകൾ എന്നിവയ്ക്കുള്ള പലിശ തിരിച്ചടവ്, ഇതാണ് പദ്ധതി ഇതര ചെലവിലെ ഏറ്റവും വലിയ ഇനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കമ്പോള വായ്പകൾ, വിദേശ വായ്പകൾ, വിവിധ കരുതൽ ഫണ്ടുകൾ എന്നിവയ്ക്കുള്ള പലിശയുടെ തിരിച്ചടവിനെയാണ് പദ്ധതി ഇതര ചെലവിലെ ഏറ്റവും വലിയ ഇനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൗതിക ആസ്തികൾ, ധനകാര്യ ആസ്തികൾ എന്നിവ സൃഷ്ടിക്കുന്നതിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്ന ചെലവുകളെയാണ് മൂലധന ചെലവെന്ന് പറയുന്നത്. അപ്പം എന്താണ് മൂലധന ചെലവ്? ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുന്നതോ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതോ ആയ ചെലവുകളെയാണ് മൂലധന ചെലവുകൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ, കെട്ടിടം, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ, ഓഹരികളുടെ നിക്ഷേപം, സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള വായ്പകൾ, മുൻകൂർ സഹായം തുടങ്ങിയവ മൂലധന ചെലവിൻ്റെ ഭാഗമാണ്. ഭൂമി ഏറ്റെടുക്കൽ, കെട്ടിടം, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ, ഓഹരികളുടെ നിക്ഷേപം, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള വായ്പകൾ എന്നിവയുടെ മുൻകൂർ സഹായം തുടങ്ങിയവ മൂലധന ചെലവിൻ്റെ ഭാഗമായി കണക്കാക്കാവുന്നതാണ്. കേന്ദ്ര പദ്ധതികൾ, സംസ്ഥാന പദ്ധതികൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിലെ പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം തുടങ്ങിയവയാണ് മൂലധന പദ്ധതി ചെലവ് അഥവാ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായവ. അപ്പോൾ പ്ലാൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിലെ പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം, ഇവയാണ് മൂലധന പദ്ധതി ചെലവ് അഥവാ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സർക്കാർ ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവുകളെയാണ് മൂലധന പദ്ധതി ഇതര ചെലവ് നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സർക്കാർ ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങൾക്കുള്ള ചെലവുകളെയാണ് മൂലധന പദ്ധതി ഇതര ചെലവ് അല്ലെങ്കിൽ നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായവ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്.
സർക്കാർ കമ്മി കണക്കാക്കുന്ന രീതികൾ എന്തെല്ലാമാണ്? അല്ല, സർക്കാരിൻ്റെ കമ്മി, മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ്, സർക്കാരിൻ്റെ കമ്മി കണക്കാക്കുന്ന രീതികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരവ് അതിൻ്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യം അറിയപ്പെടുന്നതാണ് റവന്യൂ കമ്മി. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ചെലവ് അതിൻ്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യത്തിനെയാണ് റവന്യൂ കമ്മി അഥവാ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് റവന്യൂ കമ്മി? റവന്യൂ ചെലവ് നിന്ന് റവന്യൂ വരവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. സർക്കാരുടെ നിലവിലുള്ള വരുമാനത്തെയും ചെലവിനെയും ബാധിക്കുന്ന ഇടപാടുകളാണ് റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുന്നത്. സർക്കാരിൻ്റെ നിലവിലെ വരുമാനത്തെയും ചെലവിനെയും ബാധിക്കുന്ന ഇടപാടുകളാണ് റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുന്നത് സർക്കാരിൻ്റെ നിലവിലെ വരുമാനത്തെയും ചെലവിനെയും ബാധിക്കുന്ന ഇടപാടുകളാണ് റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുന്നത്. സർക്കാരിൻ്റെ ആകെ ചെലവും വായ്പകൾ ഒഴികെയുള്ള ആകെ വരവും തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി. സർക്കാരിൻ്റെ ആകെ ചെലവും വായ്പകൾ ഒഴികെയുള്ള ആകെ വരവും തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നതാണ് ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. മൊത്തം ധനക്കമ്മി എത്രയാണ്? മൊത്തം ചെലവ് മൈനസ് മൊത്തം ചെലവിൽ നിന്ന് എന്തൊക്കെ കുറക്കണം? റവന്യൂ വരവുകളും കടബാധ്യത സൃഷ്ടിക്കാത്ത മൂലധന വരവുകളും കുറച്ചെങ്കിൽ മാത്രമേ മൊത്തം ധനക്കമ്മി എത്രയെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ധനക്കമ്മിയിൽ നിന്ന് പലിശ എടുക്കുന്നത് കുറച്ചാൽ അതിടെ ലഭിക്കുന്നതാണ് പ്രാഥമിക കമ്മി അഥവാ പ്രൈമറി ഡെഫിസിറ്റ്. ധനക്കമ്മിയിൽ നിന്ന് പലിശ എടുക്കൽ കുറച്ചാൽ ലഭിക്കുന്നതാണ് പ്രാഥമിക കമ്മി അഥവാ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. മൊത്തം പ്രാഥമിക കമ്മി എന്താണ്? മൊത്തം പ്രാഥമിക കമ്മി, മൊത്തം ധനക്കമ്മി, അറ്റ പലിശ ബാധ്യതകൾ എന്നിവയാണ് മൊത്ത പ്രാഥമിക കമ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൊത്ത പ്രാഥമിക കമ്മി എന്നത് മൊത്തം ധനക്കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യത എന്നിവയാണ്. അറ്റ ആഭ്യന്തര വായ്പയിന്മേൽ സർക്കാർ നൽകിയ പലിശയിൽ നിന്ന് സർക്കാർ കൈപ്പറ്റിയ പലിശ കുറച്ചാൽ ലഭിക്കുന്നതാണ് അറ്റ പലിശ ബാധ്യതകൾ. അറ്റ ആഭ്യന്തര വായ്പയിന്മേൽ സർക്കാർ നൽകിയ പലിശയിൽ നിന്ന് സർക്കാർ നൽകിയ അല്ലെങ്കിൽ സർക്കാർ കൈപ്പറ്റിയ പലിശ കുറച്ചാൽ ലഭിക്കുന്നതാണ് നെറ്റ് ഇൻട്രസ്റ്റ് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് അറ്റ പലിശ ബാധ്യത എന്ന് പറയുന്നത്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് സർക്കാർ നടത്തുന്ന ബോധപൂർവമായ ഇടപെടലുകൾ അറിയപ്പെടുന്നത് വിവേചനപരമായ ധനനയം എന്ന പേരിലാണ്. ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് സർക്കാർ നടത്തുന്ന ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ അറിയപ്പെടുന്ന പേരാണ് വിവേചനപരമായ ധനനയം അഥവാ ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അടുത്തത് ധനനയം എന്താണെന്ന് നോക്കാം നമുക്ക്. ധനനയം എന്താണ്? ധനനയം പൊതുവരുമാനം, പൊതുച്ചെലവ്, പൊതുക്കടം. അല്ലേ, പൊതുവരുമാനമുണ്ട്, പൊതുച്ചെലവുണ്ട്, പൊതുക്കടമുണ്ട്. ഇവയെ സംബന്ധിച്ചതും സമ്പദ് വ്യവസ്ഥ അസ്ഥിരമാകുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്താനായിട്ട് സർക്കാർ നടപ്പാക്കുന്നതുമായ നയത്തിനെയാണ് ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത് സർക്കാരാണെന്നും ആ സാഹചര്യം എന്ന് പറയുന്നത് പൊതുവരുമാനത്തെയും പൊതുച്ചെലവിനെയും പൊതുക്കടത്തിനെയും സംബന്ധിച്ച് സമ്പദ് വ്യവസ്ഥ അസ്ഥിരമാകുമ്പോൾ അത് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്നതുമായ ഒരു സർക്കാരിൻ്റെ നയമാണ് ധനനയം. ധനനയം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. അപ്പോൾ ധനനയം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് എവിടെയാണ്? ബഡ്ജറ്റിലൂടെയാണ്. ധനനയം തയ്യാറാക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ ധനനയം തയ്യാറാക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കാറുമുണ്ട്. ധനനയം തയ്യാറാക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ധനനയം എന്ന ആശയം പ്രസിദ്ധമാക്കിയത് ജെ.എം. കെയ്ൻസ് ആണ്. അപ്പോൾ ധനനയം എന്ന ആശയം പ്രസിദ്ധമാക്കിയത് ജെ.എം. കെയ്ൻസ് എന്ന ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. ധനനയം തയ്യാറാക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ നികുതി ചുമത്തൽ, ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ എന്നീ നടപടികളിലൂടെ ഗവൺമെൻറ്റുകൾക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടുന്നത് എങ്ങനെയാണ്? നികുതി ചുമത്തലിലൂടെ, ഗവൺമെൻറ്റിൻ്റെ ചെലവുകളിലൂടെ, ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ്റുകൾക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയുന്നത്. പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്? പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നു. പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എസ്ചിറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്ലെ, എസ്ചിറ്റ് എന്നൊരു പദപ്രയോഗമുണ്ട്. എന്താണ് എസ്ചിറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഇത്ര മാത്രമേ ഉള്ളൂ.
ആരും അവകാശപ്പെടാനില്ലാത്ത എസ്റ്റേറ്റ് ആസ്തികൾ, വസ്തുവകകൾ എന്നിവയുടെ ഉടമസ്ഥാവകാശം സർക്കാർ ഏറ്റെടുക്കുന്നതിനെയാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആരും അവകാശപ്പെടാനില്ലാത്ത എസ്റ്റേറ്റ് ആസ്തികൾ, വസ്തുവകകൾ എന്നിവയുടെ ഉടമസ്ഥാവകാശം സർക്കാർ ഏറ്റെടുക്കുന്നതിനെയാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എസ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ, ആരും അവകാശപ്പെടാനില്ലാത്തതും ഏറ്റെടുക്കാനില്ലാത്തതുമായിട്ടുള്ള എസ്റ്റേറ്റ് ആസ്തികൾ, വസ്തുവകകൾ എന്നിവയുടെ ഉടമസ്ഥാവകാശത്തെ സർക്കാർ ഏറ്റെടുക്കുന്നതിനെയാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരാൾ വിൽപ്പത്രം എഴുതാതെയോ അവകാശികൾ ഇല്ലാതെയോ മരിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ എസ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൽപ്പത്രം എഴുതി വയ്ക്കാതെ അവകാശികളില്ലാതെ ഒരു വ്യക്തി മരണപ്പെടുമ്പോഴാണ് സാധാരണയായിട്ട് എസ്റ്റേറ്റ് എന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം ദീർഘകാലത്തേക്ക് വസ്തുവകകൾ ആരും അവകാശപ്പെടാനില്ലാതെ ഇരിക്കുമ്പോഴും സർക്കാരിന് ഉടമസ്ഥാവകാശം ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം ദീർഘകാലത്തേക്ക് വസ്തുവകകൾ ആരും അവകാശപ്പെടാനില്ലാതെ ഇരിക്കുമ്പോഴും സർക്കാരിന് ഉടമസ്ഥാവകാശം ലഭിക്കുന്നതുമാണ്. റിക്കാർഡിയൻ സമത്വത എന്താണെന്ന് നമുക്ക് നോക്കാം. റിക്കാർഡിയൻ സമത്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർക്കാരിൽ നിന്ന് ഇന്ന് ഒരു വായ്പ എടുത്താൽ അത് ഭാവിയിൽ തിരിച്ചടക്കുന്ന സമയത്ത് വർദ്ധിച്ച നികുതി ചുമത്തപ്പെട്ടേക്കാമെന്ന് നികുതിദായകരിൽ ആശങ്ക ഉണ്ടാകാറുണ്ട്. അതായത് സർക്കാരിൽ നിന്ന് ഇന്നൊരു വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ തിരിച്ചടവിൻ്റെ സമയത്ത്, നമ്മൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പലിശ നിരക്ക് വർദ്ധിക്കാം, അല്ലെങ്കിൽ അതിന്മേൽ നികുതി ചുമത്തപ്പെട്ടേക്കാം എന്ന് നികുതിദായകരിൽ ആശങ്കയുണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ അവർ അതനുസരിച്ച് അവരുടെ ഉപഭോഗത്തെ ക്രമീകരിക്കാനായിട്ടൊരു ശ്രമവും നടത്താറുണ്ട്. അങ്ങനെ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ അതനുസരിച്ച് ഉപഭോഗം ക്രമീകരിക്കാനായിട്ട് ശ്രമം നടത്തുന്നു. ഇത്തരത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അടിസ്ഥാന ഘടകം എന്ന നിലയിൽ പല കുടുംബങ്ങളും അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളും ഇതുപോലെ നടത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങളും കുടുംബങ്ങളിൽ നടത്താറുണ്ട്. സർക്കാർ സമ്പാദ്യത്തിലുണ്ടായ കുറവിനെ മറികടക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ളവയായിരിക്കും ഇവയെന്നും കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുക. ഇന്നത്തെ നികുതി വർധനയുടെ അതേ സ്വാധീനം തന്നെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ സമ്പാദ്യം മാറ്റമില്ലാതെ തുടരും. അത് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കാഴ്ചപ്പാടിനെയാണ് റിക്കാർഡിയൻ സമത്വത എന്ന് വിശേഷിപ്പിക്കുന്നത്. 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോയാണ് റിക്കാർഡിയൻ സമത്വത എന്ന സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത്. 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിഡ് റിക്കാർഡോ ആണ് റിക്കാർഡിയൻ സമത്വത എന്ന സിദ്ധാന്തത്തെ വികസിപ്പിച്ചെടുത്തത്. ഈ സിദ്ധാന്തം പിന്നീട് ഹാർവാർഡ് പ്രൊഫസറായ റോബർട്ട് ബാരോ പരിഷ്കരിക്കുകയുണ്ടായി. റിക്കാർഡിയൻ സമത്വത സിദ്ധാന്തം ബാരോ റിക്കാർഡോ സമത്വത നിർദ്ദേശം എന്നും അറിയപ്പെടാറുണ്ട്. റിക്കാർഡിയൻ സമത്വത സിദ്ധാന്തം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബാരോ റിക്കാർഡോ സമത്വത നിർദ്ദേശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് FRBMA ആക്ടിനെ കുറിച്ചൊന്ന് നോക്കാം. എന്താണ് FRBMA ആക്ട്? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003. അതിനെയാണ് FRBMA ആക്ട് എന്ന് പറയുന്നത്. ഇതിനെ മലയാളീകരിച്ച് പറയുവാൻ നോക്കിക്കഴിഞ്ഞാൽ ധന ഉത്തരവാദിത്വ ബജറ്റ് പരിപാലന നിയമം 2003 എന്ന് പറയേണ്ടതായിട്ട് വരും. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ധനക്കമ്മി കുറയ്ക്കുക, റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കുക. അപ്പോൾ ധനക്കമ്മി കുറയ്ക്കുകയും റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കുകയും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക വഴി ഇന്ത്യയിൽ ധനകാര്യ അച്ചടക്കം ഉറപ്പിക്കുന്നതിനായിട്ട് 2003 ഭാരത സർക്കാർ നടപ്പിലാക്കിയ ഒരു നിയമം. ആ നിയമമാണ് ധന ഉത്തരവാദിത്വ ബജറ്റ് പരിപാലന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ധനക്കമ്മി കുറയ്ക്കലും റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കലും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക വഴി ഇന്ത്യയിൽ ധനകാര്യ അച്ചടക്കം ഉറപ്പിക്കുന്നതിനായിട്ട് 2003 ഭാരത സർക്കാർ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ധന ഉത്തരവാദിത്വ ബജറ്റ് പരിപാലന നിയമം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ FRBMA എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് FRBMA ബിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. 2000 അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചത്. 2000 അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ FRBMA ബില്ല് അവതരിപ്പിച്ചത്. തുടർന്ന് 2003 ഈ നിയമം
പാസ്സാക്കപ്പെടുകയുമുണ്ടായി. എന്താണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 സവിശേഷതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ധനക്കമ്മി എന്നത് GDPയുടെ 3% താഴെയാക്കി നിലനിർത്തുക. റവന്യൂ കമ്മി എന്നത് 2009 മാർച്ച് 31 ഒഴിവാക്കുക. പിന്നീട് മതിയായ റവന്യൂ മിച്ചം സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് ഈ നിയമം കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. ഓരോ വർഷവും ധനക്കമ്മിയും റവന്യൂ കമ്മിയും യഥാക്രമം GDPയുടെ 0.3%, 0.5% വീതം കുറച്ചു കൊണ്ടുവരണമെന്ന് ഈ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് നികുതി വരുമാനത്തിലൂടെ നേടാൻ കഴിയുന്നില്ലെങ്കിൽ പൊതുചെലവ് കുറച്ചുകൊണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താൻ സാധിക്കുന്നതുമാണ്. രാജ്യസുരക്ഷ, ദേശീയ ദുരന്തങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിന് അസാധാരണമായി കരുതുന്ന മറ്റ് സന്ദർഭങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബജറ്റ് കമ്മി നിശ്ചിത ലക്ഷ്യത്തേക്കാൾ വർദ്ധിപ്പിക്കാവുന്നതുമാണ്. ചെലവ് താൽക്കാലികമായി വരവിനേക്കാൾ കൂടുതലാവുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഭാരതീയ റിസർവ് ബാങ്കിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റാമെന്നല്ലാതെ വായ്പകൾ വാങ്ങരുത് എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. ചെലവ് താൽക്കാലികമായിട്ട് വരവിനേക്കാൾ കൂടുതലാവുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഭാരതീയ റിസർവ് ബാങ്കിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റാമെന്നല്ലാതെ വായ്പകൾ വാങ്ങരുത് എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. 2006-2007 അല്ലെങ്കിൽ 2006-2007 മുതൽ കേന്ദ്ര ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ ആദ്യ വിൽപ്പന വരികരാവരുത് എന്ന് പറയുന്ന ഒരു നയവും ഇവിടെയുണ്ട്. ധനകാര്യ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കൂടുതൽ സുതാര്യത ഉറപ്പ് വരുത്തേണ്ടതുമാണ്. അപ്പോൾ ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പ് വരുത്തുകയും വേണമെന്ന് പറയുന്നു. ഇനി മധ്യകാല ധനനയ പ്രസ്താവനകൾ എന്തെല്ലാമെന്ന് നോക്കാം. അല്ലെ, മധ്യകാല ധനനയ പ്രസ്താവനകൾ അഥവാ മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ മധ്യകാല ധനനയ പ്രസ്താവന അല്ലെങ്കിൽ മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. ധനനയതന്ത്ര പ്രസ്താവന അത് നമുക്ക് നോക്കാം. ദ ഫിസ്ക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ദ ഫിസ്ക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ സ്ഥൂല സാമ്പത്തിക പ്രസ്താവന ദ മാക്രോ എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ്. ദ മാക്രോ എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റാണ് സ്ഥൂല സാമ്പത്തിക പ്രസ്താവന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 3 പ്രസ്താവനകൾ കൂടി വാർഷിക ധനകാര്യ പ്രസ്താവനയ്ക്കൊപ്പം കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കേണ്ടതുണ്ട്. സ്ഥൂല സാമ്പത്തിക പ്രസ്താവന എന്ന മാക്രോ എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ്, ധനനയതന്ത്ര പ്രസ്താവന എന്ന ദ ഫിസ്ക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റ്, മധ്യകാല ധനനയ പ്രസ്താവന എന്ന മീഡിയം ടൈം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് എന്നീ 3 പ്രസ്താവനകൾ കൂടി വാർഷിക ധനകാര്യ പ്രസ്താവനയ്ക്കൊപ്പം കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ബജറ്റിലെ വരവ് കണക്കുകളുമായി ബന്ധപ്പെട്ട പാദവാർഷിക അവലോകനം ബജറ്റിലെ വരവ് കണക്കുകളുമായി ബന്ധപ്പെട്ട പാദവാർഷിക അവലോകനം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കുകയുമുണ്ട്. അപ്പോൾ ബജറ്റിലെ വരവ് കണക്കുകളുമായി ബന്ധപ്പെട്ട പാദവാർഷിക അവലോകനം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കണം. അടുത്ത FRBM നിയമത്തിൽ ഭേദഗതി വന്ന വർഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2012-2015 FRBM നിയമത്തിൽ ഭേദഗതി വന്ന വർഷങ്ങൾ. 2016 മെയ് മാസത്തിൽ FRBM നിയമം അവലോകനം ചെയ്യാൻ NK സിംഗിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 2016 മെയ് മാസത്തിൽ FRBM നിയമം അവലോകനം ചെയ്യാനായിട്ട് NK സിംഗിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. 2020 മാർച്ച് 31 വരെയുള്ള വർഷങ്ങളിൽ GDPയുടെ 3% ധനക്കമ്മി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും 2020-21 ഇത് 2.8%, 2023 ഇത് 2.5% കുറയ്ക്കണമെന്നുമാണ് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭാസീസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന പൊതുച്ചെലവ് എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചില വിവരങ്ങളാണ്. ഞങ്ങൾ നൽകുന്ന ഈ ക്ലാസ്സുകളും ഇതോടനുബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.